നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ഈ പിണറായിയുടെ ജന്മം ബാക്കി. എല്ലാറ്റിനും ഒടുവിലിതാ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം എത്ര വേണമെങ്കിലും പാടിക്കൂ എന്ന് പറയുകയാണ് പിണറായി. എത്ര പാട്ട് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ, ഞങ്ങൾ ഒരു കേസിനുമില്ല, ഒരു പുക്കാരനുമില്ല. ഇമ്മാതിരി തിരിച്ചടി പിണറായിയും കൂട്ടിനും ജന്മത്ത് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഹീറോ ആയിരിക്കുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ്റെ ഒരു മാസ് നീക്കം. കഴിഞ്ഞ കുറേ കാലമായി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയാൽ പെട്ടെന്ന് തന്നെ കേരളത്തിൻ്റെ പോലീസ് സംവിധാനം മെറ്റയ്ക്കും യൂട്യൂബിനുമൊക്കെ കത്തെഴുതും. ഒരു പോലീസ് സംവിധാനം കത്തെഴുതുമ്പോൾ അവർ കുറച്ച് സീരിയസ് ആയി ഈ കാര്യങ്ങൾ എടുക്കും. ഈ പ്രതീക്ഷയിലാണ് മെറ്റയെയും യൂട്യൂബിനെയും ഒക്കെ വിരട്ടി തങ്ങളുടെ വരുതിയിൽ കാര്യങ്ങളാക്കാമെന്ന് സർക്കാർ നനച്ചത്. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിനെതിരെ CPM തന്നെ പരാതി എഴുതി വാങ്ങുന്നു. പിന്നീട് ഈ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിനെ തുടർന്ന് മെറ്റയ്ക്കും യൂട്യൂബിനുമൊക്കെ കത്തെഴുതുമെന്ന് പോലീസ് പ്രഖ്യാപിക്കുന്നു. പാട്ട് എഴുതിയവരെയും പാടിയവരെയും മാത്രമല്ല, പാട്ട് ഷെയർ ചെയ്തവരെയും അറസ്റ്റ് ചെയ്യുമെന്ന തലത്തിലേക്കൊക്കെ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടു. കേരളത്തിൽ ഇനി ആ പാട്ട് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ പാട്ട് കേട്ടവരെ കൂടി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഹൗസ് അറസ്റ്റ് ചെയ്യുകയാവും നല്ലത് എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിച്ചിരുന്നു. ഈ വിഷയം പ്രതിപക്ഷം ശക്തമായി ഏറ്റെടുത്തു. പ്രത്യേകിച്ച് വി ഡി സതീശൻ. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം പരമാവധി പ്രചരിപ്പിക്കാൻ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ഇതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലാകെ നിറഞ്ഞ് അനേക പാട്ടുകൾ. ഒന്ന് 100 വന്ന് പതിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിരണ്ടുപോയി CPM-ഉം സർക്കാരുമൊക്കെ. അയ്യപ്പൻ്റെ വല്ലാത്തൊരു പ്രഹേളിക തന്നെ. അപ്പോൾ പിന്നെ അടുത്ത വിരട്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ ഈ പാട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത് കമ്പനികളെ കൊണ്ട് ഇത് റിമൂവ് ചെയ്യിപ്പിക്കുമെന്ന്. അവിടെയാണ് സതീശനൊരു മാസ് ആക്ഷനുമായി കളത്തിലിറങ്ങിയത്. മെറ്റയ്ക്ക് സതീശനൊരു കത്തെഴുതി. വെറുതെ സർക്കാർ പോലീസുമൊക്കെ പറയുന്നത് കേട്ട് ആ ഗാനം പിൻവലിക്കരുത്. ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞാൽ അത് നിങ്ങൾ പാലിക്കണം. ഈ നീക്കം വലിയ വിജയമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ CPM-ൽ രണ്ടഭിപ്രായം. പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിനെതിരെ കേസെടുത്താൽ കോടതി എടുത്ത് തോട്ടിലെറിയുമെന്നും അത് എടുത്താൽ പൊന്താത്ത നാണക്കേട് പാർട്ടിക്ക് വരുത്തിവെക്കുമെന്നും CPM-ലെ ഒരു വിഭാഗം പറഞ്ഞു. ആ പാട്ടിൽ ഒരു തെറ്റുമില്ല എന്ന് ഏതൊരു കോടതിക്കും പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാകും. പിന്നെ എന്തിനാണ് ഇമാതിരി ഊളക്കേസുകൾ എടുക്കുന്നത് എന്ന് CPM-ലെ ഒരു വിഭാഗം ചോദിച്ചു. ഇതോടെ ആകെ അങ്കലാപ്പിലായി പിണറായി കൂട്ടരും. എങ്കിൽ പിന്നെ കേസ് തൽക്കാലം എടുക്കേണ്ടതില്ല എന്ന നിലപാടിലെത്തി. ഇതിനിടയിൽ പാട്ടെഴുതിയ കുഞ്ഞബ്ദുള്ള പുതിയ പാട്ടുകളുമായി രംഗത്തെത്തും എന്ന പ്രഖ്യാപനവും നടത്തി. നമ്മുടെ സാക്ഷാൽ N. വാസു ജയിലിൽ നിന്ന് പിണറായിക്കൊരു കത്തെഴുതിയാൽ എങ്ങനെയിരിക്കും? അതാവും രണ്ടാമത്തെ പാട്ടിന്റെ ഇതിവൃത്തമെന്നും പാട്ടിന്റെ സൃഷ്ടാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാറ്റിനും ഒടുവിലിതാ സർക്കാർ മുട്ടുകുത്തി നിലത്തെഴയുന്നു. വിവാദഗാനത്തിൽ കേസെടുക്കില്ല എന്ന് സർക്കാർ ഇപ്പോൾ നിലപാടെടുത്തു. കേസെടുക്കേണ്ടതില്ല എന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് നിർദ്ദേശം നൽകി. പാരഡി ഗാനം നീക്കാൻ മെറ്റയ്ക്കും യൂട്യൂബിനും കത്ത് നൽകില്ല. അയ്യപ്പ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. ഈ സമിതിയെക്കുറിച്ചും ചില സംശയങ്ങൾ ഉന്നയിച്ച് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളം CPM നേതാക്കൾ ഈ പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതികളിലൊന്നും ഇനി തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. ഇമ്മാതിരി ഒരു തോൽവി സർക്കാർ ജന്മത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണം? വി ഡി സതീശൻ മെറ്റയ്ക്ക് കത്തെഴുതിയതോടെ സർക്കാർ അടപടലം അങ്കലാപ്പിലായി. പോലീസിന്റെ കത്തിന് അവർ വലിയ ഗൗരവം കൊടുത്തില്ല എങ്കിൽ വലിയ നാണക്കേടുണ്ടാക്കും. കൃത്യമായ തെളിവുകളില്ലാതെ ഈ കേസുമായി കോടതിയിലേക്ക് ചെന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധർ സർക്കാരിനെ ഉപദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പാരഡിക്കൊപ്പം ചേർത്തതിൽ ഗൂഢാലോചന സംശയിക്കുന്നു എന്ന തൊടുന്യായമൊന്നും നിലനിൽക്കില്ല. മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വിവരങ്ങൾ തേടി പോലീസ് മെറ്റയ്ക്കൊരു കത്തും അയച്ചിരുന്നു. എന്നാൽ മെറ്റ തങ്ങൾ പ്രാഥമിക പരിശോധന നടത്തുകയാണ് എന്ന് മാത്രം പോലീസിനോട് പറഞ്ഞു വെച്ചു. ഇതിനു പിന്നാലെ പ്രതിപക്ഷം കളത്തിലിറങ്ങി മെറ്റയോട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു മാത്രമേ നടപടികളെടുക്കാവൂ എന്നെഴുതുകയും ചെയ്തു. പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന പോലീസ് ആവശ്യമുണ്ടായാൽ അത് തള്ളിക്കളയണമെന്നാണ് മെറ്റയോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത്. കോടതിയുടെ നിർദ്ദേശമില്ലാതെ രാഷ്ട്രീയം കളിക്കുന്ന സർക്കാരിന് മുന്നിൽ വഴങ്ങരുത് എന്ന് മെറ്റയോട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നൊരു കത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കാം. എന്തായാലും ഈ കത്തോടെ സതീശൻ ഹീറോ അല്ല, അതിലപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു.
സതീശന്റെ മാസ് ഇടപെടൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയവും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പാട്ട് CPM-നെ അട്ടപടലം വിറപ്പിക്കുന്ന കാഴ്ചയാണ് ഓരോ മണിക്കൂറിലും നമ്മൾ കാണുന്നത്. പാട്ടിന്റെ പുതിയ പുതിയ തലങ്ങളും പുതിയ പുതിയ വരികളും കളത്തിൽ വരുന്നു. പാട്ട് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് യാതൊരുവിധ കോടതി വിധികളോ കോടതി വ്യവഹാരങ്ങളോ ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ സംസാര സ്വാതന്ത്ര്യം സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ട് എന്നും VD സതീശൻ തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗാനം നീക്കം ചെയ്യണമെന്ന് കോടതി ഉത്തരവിടുകയോ മെറ്റയുടെ ഗൈഡ് ലൈൻസ് ലംഘിക്കുകയോ ചെയ്തതായി കണ്ടെത്തുന്നതുവരെ ഈ ഗാനവുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ നീക്കം ചെയ്യരുത് എന്നാണ് മെറ്റയോട് VD സതീശന്റെ ആവശ്യം. ഈ ഗാനത്തിനെതിരെ കേസെടുക്കുന്നതിനോട് യാതൊരുവിധ യോജിപ്പും CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്കുമില്ല. മലബാറിൽ ഈ പാട്ട് വൈറൽ എന്നല്ല, വൈറലോട് വൈറലാണ്. പാട്ട് പിൻവലിക്കാനുള്ള സർക്കാരിൻ്റെ ഏതൊരു നീക്കവും പാളും എന്ന് മനസ്സിലായതോടെ CPM പിന്നോട്ട് വലിഞ്ഞു. IFFKയിൽ പലസ്തീൻ ചിത്രങ്ങൾക്ക് കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നൊക്കെ പരാതിപ്പെട്ട പരിഭവപ്പെട്ട സർക്കാർ ഒരു പാട്ടിനെ ഇത്ര ഭയക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലുള്ളവർ ചോദിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ അണിയറ പ്രവർത്തകരെ കേസിൽ പ്രതി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തതൊക്കെ ഇപ്പോൾ വെള്ളത്തിലായി. സിനിമാ വിലക്കിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തി 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നുവെന്ന് VD സതീശൻ പരിഹസിച്ചു. സാംസ്കാരിക കേരളത്തിനിത് അപമാനമാണ്. കേസെടുത്തതിനെ പരിഹാസമായി നമ്മൾ കാണുന്നു. എന്നാൽ ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സർക്കാർ നീക്കങ്ങളെ എന്തുകൊണ്ട് സാംസ്കാരിക നായകർ തള്ളിപ്പറയുന്നില്ല? സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുള്ളത് സതീശൻ ഓർമ്മപ്പെടുത്തി. CPM നേതാവ് M സ്വരാജ് അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും അധിക്ഷേപിച്ച് പ്രസ്താവന പോലും ഇറക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും കേസെടുത്തില്ല. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കുമെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ CPM നേതാവിനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നാണ് സതീശന്റെ ചോദ്യം. ഒരു പാരഡി ഗാനത്തിന്റെ പേരിൽ കേസെടുത്ത സർക്കാരിന്റെ ഈ ചെയ്തികളോർത്ത് കേരളം ചിരിക്കുകയാണ്. തോൽവി സാമാന്യ യുക്തിയെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ പരാജയം എത്രമാത്രം വലിയ ആഘാതമാണ് പിണറായിക്കുമേൽ ചെലുത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് വലിയ കുത്തിപ്പൊക്കലുകൾ. മുമ്പൊരിക്കൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ചുകൊണ്ടുള്ള ഒരു പ്ലോട്ട് അവതരിപ്പിച്ചിരുന്നു CPM. ഗുരുവിനെ കുരിശിൽ തറച്ചത് തങ്ങളല്ലെന്നും RSS ഗുരുവിനെ കുരിശിൽ തറച്ച് വെച്ചിരിക്കുന്നത് തങ്ങൾ അവതരിപ്പിച്ചതാണെന്നുമൊക്കെ CPM എന്ന് വിശദീകരണം നടത്തി. എന്നാൽ കാര്യങ്ങൾ അടപടലം പാളിയതോടെ കൊടിയേരിയെന്നും പരസ്യമായി മാപ്പ് ചോദിച്ചിരുന്നു. ആർത്തവരക്തം ഇറ്റുവീഴുന്ന ഒരു പെൺകുട്ടിയുടെ കാലിനിടയിൽ അയ്യപ്പന്റെ ചിത്രം പ്രദർശിപ്പിച്ച കമ്മികൾ ഒരു ഇലക്ഷൻ പാരഡി ഗാനത്തെ ഭയപ്പെടുന്നു. കോളേജ് മതിലുകളിൽ പോസ്റ്ററുകൾ പതിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ടാകുമല്ലോ CPM-ന്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ കുത്തിപ്പൊക്കലുകൾ പൊടിപൂരമായിരിക്കുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിന്റെ കാര്യത്തിൽ ഒടുവിൽ കൂടുതൽ കേസുകൾ വേണ്ട എന്ന് ADGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശവും നൽകി. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കില്ലെന്നും മെറ്റയ്ക്കും ഗൂഗിളിനും കത്ത് നൽകില്ലെന്നും ഔദ്യോഗികമായി സർക്കാരും അറിയിച്ചു. ചുരുക്കത്തിൽ സർക്കാർ മുട്ടിൽ നിൽക്കുകയല്ല, നിലത്ത് കിടക്കുകയാണ്. ഒന്നു മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാനുള്ളൂ: ഇമാതിരി ഊളക്കേസുകളുമായി ഇനിയും കളത്തിലിറങ്ങരുത്. സംഗതി തോറ്റു പണ്ടാരമടങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ തോൽവിയിലെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറക്കണം. ഇനിയും ജനത്തിനു മുകളിൽ കുതിര കയറിയാൽ അവർ എടുത്ത് തോട്ടിൽ കളയുകയല്ല, അറബിക്കടലിൽ എറിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.